ആസ് യു ആർ ദ ഫസ്റ്റ് CEO ഓഫ് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക്, സാറിൻ്റെ യുണീക്ക് ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? അതുപോലെ ബയോ 360 എന്തൊക്കെ എൻവിഷൻ ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ലൈഫ് സയൻസ് മേഖലയുള്ള സമൂലമായ എല്ലാ ഒരു 360 ഡയമെൻഷൻ. അതാണ് 360 എന്നുള്ള പേര് വന്നതിൻ്റെ ഒരു മേജർ റീസൺ അതാണ്. ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പ്രൈമറി ഫോക്കസ് ഏരിയസ് ആയിട്ട് ഏതൊക്കെയാണ് ടാർഗറ്റ്? പ്രൈമറി ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് ആണ് നമ്മുടെ കോർ സ്ട്രെങ്ത്. ഈ ട്രിവാൻഡ്രം ക്ലസ്റ്റർ എന്ന് പറയുമ്പം ഈ ക്ലസ്റ്ററിന്റെ ഒരു കോറായിട്ട് വരുന്നത് ഈ ബയോസിറ്റി ലൈഫ് സയൻസ് പാർക്ക്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും വരുന്നത് തന്നെ. ഇതിന്റെ ഒരു 20-25 കിലോമീറ്റർ റേഡിയസിലാണ് ശ്രീത്ര രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, CSR നിസ്റ്റ് ഉണ്ട്, ഐസർ ഉണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ HLL ലൈഫ് കെയർ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് HLL ലൈഫ് കെയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവിട്രോ ഡയഗ്നോസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ്, അത് കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ പല നമ്പർ 1 കേരളത്തിലാണുള്ളത്. ഇൻക്യുബേഷനേക്കാളും കൂടുതൽ ഒരു ആക്സലറേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം DNA സെന്റേഴ്സ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഡെവലപ്പ് നെറ്റ്വർക്ക് ആക്സലറേറ്റ്. അതാണ് DNA സെന്റേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇൻക്യുബേഷൻ സെന്റർ പൂർണ്ണതോതിലാവുന്നതോടുകൂടി എല്ലാവരും DNA സെന്റേഴ്സ് ആയിട്ട് മാറും. നേരിട്ട് അടുത്തൊരു 15-20 മന്ത്സിനുള്ളിൽ 1000 തൊഴിലവസരങ്ങൾ ഡയറക്റ്റായിട്ട് ഈ മേഖലയിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. 3,000-5,000 ഡയറക്റ്റ് എംപ്ലോയ്മെന്റിലേക്കാണ് നമ്മൾ ലക്ഷ്യം പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും ഈ മേഖലകളിൽ പഠിച്ചിറങ്ങുന്നവർ മുന്നോട്ട് വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ പോകേണ്ട സാഹചര്യം വരത്തില്ല.